ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞിക്കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടെഴുത്തായിരുന്നു ഇട്ടിരുന്നത്. ആ വീഡിയോ കാണാത്തവരെന്തോ ചെയ്യുക, എൻ്റെ കുഞ്ഞുമക്കൾ ആ വീഡിയോ കണ്ട് അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്യരുതേ. നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകളുടെ ഡിക്റ്റേഷൻ ഇട്ടാലോ? അപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുക, ബുക്കൊക്കെ എടുത്ത് പെൻസിലും എറൈസറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് കടുവ. കടുവയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പിക്ചറൊക്കെ കണ്ടിട്ടില്ലേ കടുവയുടെ? കടുവ എഴുതിക്കഴിഞ്ഞോ? നമുക്കൊന്ന് എഴുതിയാലോ കടുവേ? നോക്കിക്കേ. ഡു എങ്ങനെയാ? ഡാ എഴുതി. ഡു എന്ന് പറയുമ്പോ എന്താണ്? നമ്മുടെ ഊവിന്റെ ചിഹ്നം എങ്ങനെയായിരുന്നു? കടുവ. കണ്ടോ? കടുവ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നായ. നായ എങ്ങനെയാണ് നമ്മൾ നായ എഴുതുന്നത്? നാന്ന് പറയുമ്പോ ഏതാ പറയുന്നത്? ന്യായ എന്നല്ല പറയുന്നേ, നായ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പൊ ഏതാ അക്ഷരം വരുന്നേ? നായ. നാന്ന് നീണ്ടു വരുമ്പം ആയുടെ ചിഹ്നം. നായ. നായ. ക്ലിയർ ആയോ? അടുത്തത് കുട. കുട എങ്ങനെ എഴുതുന്നേ? കുട കായിട്ടു ഊന്ന് പറഞ്ഞ ഊവിന്റെ ചിഹ്നം ഏതാ? കുട. എളുപ്പമല്ലേ ഇത്? കുട. അടുത്തത് മുയൽ. മുയൽ എങ്ങനെ എഴുതുന്നേ? മുയല് മാ എഴുതി. മുയലിന്റെ മാ എഴുതിയേ. പിന്നെ ഊ വരപ്പം യെസ് ഈ ചിഹ്നം അല്ലേ? മുയ ഇൽ. ഇല്ലെങ്ങനാ? നമ്മുടെ ചില്ലക്ഷരം ഇല്ല്. നമ്മൾ താകണക്ക് എഴുതി മേലോട്ട് കയറുന്ന ഇൽ. മുയൽ. ക്ലിയർ ആയോ? അടുത്ത നോക്കിയാലോ? അടുത്തയാണ് എലി. എലി എങ്ങനെ എഴുതിയിരുന്നേ? എങ്ങനെയാ? ലാ എഴുതി. ലീ എന്ന് പറയുമ്പോ എന്തോ ചെയ്യണം? ഈയുടെ ചിഹ്നം. ഈയുടെ ചിഹ്നം എന്ന് പറഞ്ഞാല് ഒരു വള്ളി വരുമല്ലേ? ഈയുടെ ചിഹ്നം എലി. ക്ലിയർ ആയോ? ഇപ്പൊ തായുടെ കൂടാണെങ്കിൽ തീ, വായുടെ കൂടാണെങ്കിൽ വി, ചായയുടെ കൂടാണെങ്കിൽ ചീ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് കരടി. കരടി എങ്ങനെ എഴുതുന്നേ? ഡി വരുമ്പം ഡാ അല്ലേ? ഡായുടെ കൂടെ യെസ് വള്ളി കൊടുക്കുന്നു. ഗുഡ് ചിൽഡ്രൻ. അടുത്ത മയിൽ. മയിൽ എങ്ങനെയാ നമ്മൾ മയിൽ എഴുതുന്നേ? മയിൽ. യു വരുമ്പം മയിൽ. അപ്പൊ എന്താണ്? ഈന്ന് വരുമ്പം ഈയുടെ ചിഹ്നം വള്ളി കൊടുക്കുന്നു. മയിൽ. യെസ് മയിൽ. ക്ലിയർ ആയോ? ഇനി
സെപ്പറേറ്റ് പ്രൊനൗൺസ് ചെയ്ത് വേണം എഴുതാൻ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റും, തെറ്റത്തേ ഇല്ല. ക്ലിയർ ആയോ? അപ്പൊ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അടുത്ത നമുക്ക് നോക്കാം. ശലഭം. 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 ശലഭം എന്താ? ശലഭത്തിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നേ? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈക്കാണ് ശലഭം. പിന്നെന്താ പറയുന്നേ? ശലഭത്തിന് ഒരു പൂമ്പാറ്റ, ഇങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് ശലഭം. എഴുതി കഴിഞ്ഞോ? എങ്ങനെയാണ്? ഏത് ഷായ വരുന്നേ? ഈ ഷ. ഗാ കണക്ക് വരുന്ന ഷ. ഷ ല ഫം. ഫം. ഫ ഏതാ? ഇങ്ങനെ ഫ എന്ന് പറയുമ്പം 0 കൊടുക്കും. ശലഭം. ക്ലിയർ ആയോ? ചില കുഞ്ഞുമക്കൾക്ക് എന്താ എഴുതപ്പോ തെറ്റും, അവര് ഈ ഷ ചിലപ്പം കൊടുക്കും. മനസ്സിലായോ? ഈ ഷ അല്ല കേട്ടോ, ശലഭം. അടുത്തത് പുളി. പുളി. പുളി കണ്ടിട്ടുണ്ടോ നിങ്ങള്? പുളിമരമൊക്കെ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഇഷ്ടംപോലെ പുളിമരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ട്, അങ്ങും ഇങ്ങൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ ഇഷ്ടംപോലെ പുളിമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മീൻകറിക്കൊക്കെ അരക്കത്തില്ലേ പുളി? കണ്ടിട്ടില്ലേ? അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ മതി, കിച്ചടിയിൽ നിന്ന് പുളി ഒന്ന് എടുത്ത് കാണിച്ചു തന്നേന്ന്. അറിയാത്ത കുഞ്ഞുമക്കളൊക്കെ അതൊന്ന് കാണണം കേട്ടോ. പുളി. എങ്ങനെയാ എഴുതുന്നേ? പൂ. പൂ എന്ന് പറഞ്ഞാ പാ. പായിട്ടിട്ട് ഊന്റെ ചിഹ്നം. പൂ ലി ല അല്ലേ? ലി. ലി വരപ്പം യെസ്. ഗുഡ് ചിൽഡ്രൻസ്. അടുത്തത് കസേര. കസേര. എങ്ങനെ എഴുതുന്നേ? കാ സേ. സേ എന്ന് പറയുമ്പം ഏതാണ് വരുന്നത്? കസേ. കണ്ടോ? അപ്പൊ ഏതാ ചിഹ്നം വരുന്നേ? നമ്മുടെ ഫോൺ കണക്കിരിക്കുന്ന ചിഹ്നം ഓർമ്മയുണ്ടോ? കസേ സ. കസേ. ഇപ്പൊ എന്തായി? കസേ രാ. കസേര. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇന്ന് എത്ര വാക്കുകളായിട്ടത്? 10 വേർഡ്സ് ഇട്ടു അല്ലേ? 10 വേർഡ്സ് ഇട്ടു നമ്മള്. അപ്പം 10ൽ 10 കിട്ടിയത് എത്ര പേരുണ്ട്? 10ൽ 10 കിട്ടിയ എത്ര മക്കളുണ്ട്? എല്ലാവർക്കും 10ൽ 10 കിട്ടിയ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, 1 2 ഒക്കെ തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. എന്താ ചെയ്യുക? ഒന്നും കൂടെ എന്താ ചെയ്യുക? അത് നല്ലതുപോലെ എഴുതി പഠിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്കിന്ന് നിർത്തിയാലോ? ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.